ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 9:30 മണിയായി. 6:30 മണിക്ക് ഞാൻ പോയതാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ കാപ്പി ഒന്നുണ്ട്. ഇവിടെ എൻ്റെ കൊച്ചിന് വിശക്കുന്നുണ്ട് ഗൈസ്. ഒളിച്ചിരിക്കുന്നവന് ഷർട്ട് ഇട്ടിക്കില്ല, അതുകൊണ്ടാണ് തല മാത്രം കാണിക്കുക. ഉടുപ്പിടാറില്ല ഗൈസ്, എൻ്റെ കൊച്ചിന് വിയർപ്പാണ് എപ്പോഴും. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാപ്പി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അല്ലാതെ പിന്നെ 9:30 ആയി വന്നപ്പോൾ തന്നെ. അപ്പം എന്തായാലും നമുക്ക് കാപ്പി കഴിക്കാം. എന്ത് കാപ്പിയാണ് വേണ്ടത്? ബെറോട്ട വേണമെന്ന്, ബെറോട്ട രാവിലെ. അപ്പോൾ ഗൈസ്, നമ്മുടെ രാവിലത്തെ ആഹാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വെച്ച് കുറച്ചേരം പത്രം വായിച്ച് നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇരിക്കാന്ന് കൊണ്ട് വീഡിയോ സെറ്റ് ചെയ്ത് എടുക്കാൻ നേരത്തെ ഈ ചെറുക്കൻ്റെ കുറേ കൂത്താട്ട പരിപാടിയാണ് കേട്ടോ. ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞായറാഴ്ച ഒരു ദിവസം എന്നെ കിട്ടുകൊണ്ട് ഭയങ്കര സൂക്കറാണ് കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറുക്കന്. അപ്പോൾ അവൻ ട്യൂഷന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള അടവുകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നടപ്പിലാവൂലെന്നുള്ള അവനറിയാം. അപ്പോൾ ഇന്ന് കുറച്ചധികം പരിപാടിയുണ്ട്. അവൻ്റെ മുടിയൊക്കെ വെട്ടിക്കണം, സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ കുറച്ച് നേരം നമ്മുടെ ലീലാവിലാസങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത പരിപാടി കടക്കാം എന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇന്ന് കൊച്ചിൻ ദത്തെടുക്കുന്നത് കണ്ടു എന്ന് കാണണം. പാട്ട് പാടി പാട്ട് പാടി. അയ്യോ, ഇന്ന് മുടി വെട്ടാൻ പോകാൻ വിചാരിച്ചല്ലേ. സാധനം വാങ്ങിച്ചിട്ട് മുടി വെട്ടിച്ചു. എന്തായിരുന്നു എന്തൊരു സുഖാണ് രാവിലെ വയ്യ. ചിക്കൻ ബിരിയാണി കാണിച്ചേട്ടാ. ഓ ആവോ അയ്യൊന്നുമില്ലല്ലോ. അടിച്ചു പോ. കണ്ടപടി വിളിച്ചോളാം. മുടി വെട്ടിച്ച് അല്ലെങ്കിൽ കാര്യം നിങ്ങൾ മുടി വെട്ടാൻ പോകുന്ന സാധനം വയ്യുമ്പോ ഐഡിയ ഉണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ ജാനൂസിന്റെ സ്കൂളിൽ വെച്ച് ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞു ഗൈസ്? പറഞ്ഞു കൊടുക്കട്ടെ. ഇതൊക്കെ ഇപ്പഴേ കല്യാണം ടീച്ചർമാരെ കാണും. ബ്ലോഗ് എന്റെ കുട്ടിയോട് ഒരു കുട്ടി പറയുകയാണ്. ആദ്യം ആ ഈ ചേർത്ത് വായിക്കാൻ പഠിക്കും. ആ കൊച്ചിരുന്ന് പറഞ്ഞിട്ട് വയലിൽ പഠിക്കണം. സാറും ശരിയാണ്. ഓക്കെ ഗൈസ്, ഞാൻ വയലിൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. നമ്മൾ രാവിലെ കാപ്പി കൂടി കഴിഞ്ഞ് ഞാൻ കുളിച്ചു. ഇനി ചോറ് വയ്ക്കാനൊരു മടി. രാവിലത്തെ ഫ്ലോ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രസമില്ല. ഇനിയിപ്പോൾ സാധനം വാങ്ങിക്കാനൊക്കെ പോകണം. വലിയ മകൾ അവിടെ വയ്ക്കും. വയലിൻ വായിക്കണം. കുറേ ആളായി പ്രാക്ടീസ് ചെയ്തിട്ട് ആഴ്ചയിൽ ലാസ്റ്റ് ദിവസം കൊണ്ട് എടുക്കണം പ്രാക്ടീസ് ചെയ്യാൻ. ഇങ്ങനെ പോയാൽ ഞാനൊരു പാട്ടൊക്കെ വായിക്കും. 10:10 ആയി. വേണമെങ്കിൽ ചോറ് വയ്ക്കാം, പിന്നെ മീൻകറിയൊക്കെ വയ്ക്കണം, പാടും. അപ്പം ഞാൻ ഇന്നലെ നമുക്ക് എന്തായിരുന്നു, ഞാൻ സോയാബീൻ ബിരിയാണി ആയിരുന്നു. അത് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ പോവുകയാണ്. മുടി വെട്ടാൻ പോവുകയാണ്. സാധനം വായിക്കണം, മുടി വെട്ടണം. ലോട്ട് ഓഫ് ജോബ്സ്. 11 മണിയായി. അങ്ങനെ നമ്മൾ നേരെ റിലയൻസിൽ പോയി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സാധനം വാങ്ങിച്ചിട്ട് ധ്യാനസിൻ്റെ മുടി വെട്ടിക്കണം, ഈ ട്യൂഷനാക്കണം. ആ ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓഫർ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ 3/4 ഓഫറൊക്കെ ഉണ്ട്. ഓഫറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഒരാൾ താമസിച്ചില്ലേ ഉറക്കം കഴിഞ്ഞിട്ടത്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിന് പോകണം. അപ്പോൾ എന്തോ ബാറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഓഫർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കണ്ടുവച്ചേക്കുന്നത്. ഇവ എന്നെ വരണം മുടിപ്പിക്കാൻ വേണ്ടി വരികയാണ് കേസ്. അപ്പോൾ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മൾ ഇറങ്ങി. അപ്പം ഏകദേശം ഒരു മാസത്തേക്കുള്ള സാധനമുണ്ട്. ഈ മാസം ഇച്ചിരി അഡീഷണൽ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ചെക്കനൊക്കെ. അപ്പോൾ അതിന് ലേറ്റ് ആയിട്ടോ. പിന്നെ ഇനി ചമയത്തിൽ പോകാൻ മടിച്ചിട്ട് റോസ് പെറ്റൽസ് ഇങ്ങനെ വരുന്ന വഴിക്കാണ് അവിടെ കയറാന്ന് വെച്ച് ഫാമിലി സലൂൺ കൂടെ ആദ്യമായിട്ട് ചെന്ന് കയറിക്കൂടെ എൻ്റെ ഗായ്സ്.
നല്ല റേറ്റായിരുന്നു. ഇതിനേക്കാൾ സമയത്തിന് ഇനി നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കായിട്ട് ചേട്ടാ എനിക്ക് ബിരിയാണി വാങ്ങി വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ധ്യാനസ് ട്യൂഷന് വരണം. മുടിയൊക്കെ ഇട്ട് കുളിപ്പിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. ലിയോ കുളിച്ചിട്ട് നിൽക്കുകയാണ് ഗായ്സ്. നമ്മൾ സാധനം വാങ്ങിയാൽ പോയപ്പോൾ ഞാൻ ഒരു 3/4 വാങ്ങി. അത് സൈസ് അല്ല, അതും കൂടെ കൊണ്ട് മാറ്റി ധ്യാനം ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് വരട്ടെ. അങ്ങനെ ധ്യാനസ് ട്യൂഷനും കൊണ്ടാക്കിയിട്ട് നമ്മൾ അതുവഴി അല്ലെങ്കിൽ നേരെ വർക്കല ഇറങ്ങാൻ വിചാരിച്ചത് വഴി പോവാണ് കേട്ടോ. ഇരുന്നിരുന്നവർക്ക് എന്തൊരു തോന്നി എന്തോ എടുക്കാനായിട്ട്. അപ്പോൾ അതെടുത്തിട്ട് പോയി കറക്റ്റ് അളവിനുള്ള ഏതൊക്കെയാണ് 3/4 ജീൻസോ അങ്ങനെ എന്തൊക്കെയോ ഓഫറിലുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരാൾ കുറേ ആളുടെ ജീൻസ് എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടി കൂടെ കാണാൻ പറ്റുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തത് ചുമ്മാ ഞാൻ പറഞ്ഞതാണ്. അപ്പം ജീൻസും 3/4 ഒക്കെ എടുത്ത ശേഷം നമ്മളിപ്പോൾ ഇവിടെ വീട്ടും ഇറങ്ങും ഗൈസ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി. അമ്മാമ്മയ്ക്ക് എന്തോ സാധനം വാങ്ങിക്കാൻ, അപ്പോൾ അത് വാങ്ങി അവിടെ കൊടുത്തിട്ടങ്ങ് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അതുവഴി കയറി വന്ന് വെയിറ്റ് ചെയ്തോടെ ഇരിക്കും. അമ്മാമ്മ ബാത്റൂമിൽ അങ്ങണ്ടായിരുന്നു, കഥ ഉറക്കാൻ ലേറ്റാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോണിലൊക്കെ വിളിച്ചപ്പോൾ അവിടെ നമ്മൾ ആപ്പിൾ ജാമ്പ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ധ്യാനസിനെ വിളിച്ചിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ബാറ്റ് വാങ്ങി ബോളുകളോട് കളിച്ചോളാൻ തോര എടുത്തിരിക്കുന്ന എൻ്റെ കൊച്ച്. അപ്പോൾ എൻ്റെ കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കണം. കൊച്ചിൻ്റെ അച്ഛൻ അങ്ങനത്തെ കഴപ്പിട്ട ആളാണ് കേട്ടോ. അടിച്ചിട്ട് കൊടുക്കും, അവസാനം പോയി എടുക്കുന്നത് എൻ്റെ കൊച്ചാണ്. അപ്പോഴും ഞാൻ പറയും ഇത് ബാറ്റും ബോളും നിനക്കാണ്. 5:30 5 മണി കമ്മിറ്റി പറഞ്ഞ ആരൊക്കെ വിളിച്ചേക്കുന്നു. ഞാൻ അപ്പോൾ പെട്ടെന്ന് പോട്ടെ, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ കമ്മിറ്റി കറക്റ്റ് ടൈമിങ്ങിന് തുടങ്ങും കേട്ടോ. ഞങ്ങളവിടുത്തെ ആണെങ്കിൽ 5 മണി 5:30 തുടങ്ങും. അതുകൊണ്ട് ഞാൻ പതുക്കെ നൈസിനോട് നിന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വയലിൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ എങ്ങോട്ടാണ്? നമ്മൾ സിനിമയ്ക്ക് പോയി. സിനിമയുടെ പേരെന്താണ്? സിനിമയുടെ പേരെന്താണ് തോന്നുന്നത്? ആ സാധനം. ഈ കൺട്രി ഫെലോ ഉണ്ട്, വേറെ കൺട്രി ഫെലോസ് വരും ഓൺ ദ വേ. അപ്പോൾ അഡൾട്ട്സ് ഓൺലി ആയതുകൊണ്ട് തന്നെ അമ്മയെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ധ്യാനൂസിനെ നോക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പോയി സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. കൺട്രി ഫെലോ ബാക്ക് എന്ന് പറയുന്നത് കാണിച്ചു. നമ്മൾ ബൈക്കിലാണ് പോയത് കേട്ടോ. അപ്പോൾ രേവതി നമ്മുടെ പാരിപ്പള്ളി രേവതിയിലാണ് സിനിമ. അവിടെ തന്നെ പോയി കാണണം കേട്ടോ. സൗണ്ട് സെക്ഷനൊക്കെ ശരിയാവണമെങ്കിൽ അവിടെ തന്നെ പോകണം. അപ്പം മോഹൻലാലിൻ്റെ മോൻ ഇരുന്ന് ചെയ്യുന്ന ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയത്തക്ക സിനിമ തന്നെയാണ്, നല്ല സിനിമ തന്നെയാണ്. എല്ലാവർക്കും പോയി കാണാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ല